ഒരു എൽ ക്ലാസിക്കോയ്ക്ക് വേണ്ടിയ എല്ലാ ചേരുവകളും ചേർന്ന ഒരു ഗെയിമായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്. ഗോളിന് ഗോള്, റിയൽ മാഡ്രിഡിന് പെനാൽറ്റി, ബാർസലോണയ്ക്ക് പെനാൽറ്റി കൊടുക്കാതിരിക്കുക, അങ്ങനെ എല്ലാ ചേരുവകളും ചേർന്ന ഒരു കിടിലൻ മാച്ചായിരുന്നു നമ്മളിന്ന് വിറ്റ്നസ് ചെയ്തത്. നമുക്കതിലേക്കൊക്കെ പതുക്കെ കടക്കാം. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഈ എൽ ക്ലാസിക്കോ. കാരണം ഒന്നാമത്തെ കാര്യം, പ്രീമിയർ ലീഗ് ചത്ത അവസ്ഥയാണ്. ലിവർപൂള് 5 ഗെയിം 6 ഗെയിം ബാക്കി നിൽക്കുകയാണ് ചാമ്പ്യന്മാരായത്. അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. സീസൺ തീർന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഒരു പൂർണ്ണ രൂപം കിട്ടുമല്ലോ. ബാർസലോണയും റിയൽ മാഡ്രിഡും തമ്മിൽ ഈ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് ആകെ 4 പോയിന്റിന്റെ ഡിഫറൻസേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഈ ഗെയിം റിയൽ മാഡ്രിഡ് ജയിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഹോപ്പ് ഉണ്ട് റിയൽ മാഡ്രിഡിന് ലലീഗ എടുക്കാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിയൽ മാഡ്രിഡിന്റെ ടാക്ടിക്സ് എന്താണെന്ന് നോക്കി ഈസിലി മനസ്സിലാവും. ഫസ്റ്റ് കിക്ക് തൊട്ട് തന്നെ അവർ ലോങ് ബോൾ ഇട്ടിട്ട്, എംബാപ്പയ്ക്ക് ലോങ് ബോൾ ഇട്ടിട്ട് എങ്ങനെ ആ ബാർസലോണയുടെ ഓഫ് സൈഡ് ട്രാപ്പ് ബ്രേക്ക് ചെയ്യാം എന്നുള്ളൊരു ടെക്നിക്കായിരുന്നു അവരുടെ. നമുക്ക് ഈസിലി മനസ്സിലാവും. ഫസ്റ്റ് ബോൾ തൊട്ട് തന്നെ നമുക്കത് മനസ്സിലാവും. അങ്ങനെ ഒരു ലോങ് ബോൾ എംബാപ്പയ്ക്ക് വരുന്നു. ബോക്സിനകത്ത് വെച്ച് ഷെസ്നി എംബാപ്പനെ ഫൗൾ ചെയ്യുന്നു. പെനാൽറ്റി ഫോർ റിയൽ മാഡ്രിഡ്. അത് ആക്ച്വൽ പെനാൽറ്റി തന്നെയായിരുന്നു. സോ അത് ഷെസ്നിയുടെ ഒരു മിസ് ജഡ്ജ്മെന്റ് കാരണം പറ്റിപ്പോയതാണ്. സോ റിയൽ മാഡ്രിഡിന് ഒരു പെനാൽറ്റി കിട്ടുന്നു. എംബാപ്പെ അത് കൺവേർട്ട് ചെയ്യുന്നു. ഷെസ്നി കറക്റ്റ് ഡൈവാണ് അടിച്ചത്. ഷെസ്നിക്ക് ഒരു കൈ ആ ബോളിൽ കിട്ടുകയും ചെയ്തു. പക്ഷേ എംബാപ്പയുടെ ഷോട്ടിന് അത്രയ്ക്ക് പേസ് ഉള്ളത് കൊണ്ട് അത് തടുക്കാൻ പറ്റിയില്ല. അത് ഗോളാവുന്നു. അങ്ങനെ ഫസ്റ്റ് ഗോൾ കയറുന്നു. ഫസ്റ്റ് 15 മിനിറ്റിനുള്ളിൽ തന്നെ സെക്കൻഡ് ഗോൾ വരുന്നു. സെക്കൻഡ് ഗോൾ വരുന്നത് വിനിയുടെ അസിസ്റ്റാണ്. വിനി ഒരു കട്ട് ത്രൂ പാസ് കൊടുക്കുന്നു. എംബാപ്പെ എഗെയിൻ ക്ലീൻ ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ 2 ഗോള് വിത്തിൻ 15 മിനിറ്റ്സിൽ 2 ഗോള് റിയൽ മാഡ്രിഡ് അടിക്കുന്നു. തെറ്റ് പറയല്ലോ, ഏതാണ്ട് 20 മിനിറ്റ് വരേക്കും റിയൽ മാഡ്രിഡ് അത്യാവശ്യം വൃത്തിക്ക് തന്നെയാണ് ഡിഫെൻസ് ചെയ്തത്. നല്ല ഷേപ്പ്, നല്ല ഡിഫെൻസീവ് ഓർഗനൈസേഷൻ, ഇതെല്ലാം ഉണ്ടായിരുന്നു അവരുടെ ഡിഫെൻസ്. സെക്കൻഡ് ഗോളിന് ഒരു ചെറിയൊരു കോൺട്രവേഴ്സി പറയുകയാണെങ്കിൽ, യമാലിനെ ഫൗൾ ചെയ്തിട്ട് ആ ബോൾ എടുത്തിട്ട് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ആണ് ആ ഗോള് വരാനുള്ള ഒരു കാരണം. പക്ഷേ യമാലിനെ ആക്ച്വലി 3 പേര് ചാലഞ്ച് ഇടുന്നുണ്ട്. പക്ഷെ യമാലിനെ ആരും ടച്ച് ചെയ്തിട്ടില്ല. യമാൽ ഔട്ട് ഓഫ് ബാലൻസ് ആയിട്ട് അങ്ങ് വീണ് പോകുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എതിരഭിപ്രായം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കോർണർ ബാർസലോണയ്ക്ക് കിട്ടുന്നത്. ആ കോർണർ ഗാർസിയ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു ഗോള് തിരിച്ചടിക്കുന്നു ബാർസലോണ. ആ ഗോള് കയറിയതിൽ പിന്നെ ബാർസലോണയുടെ തുടരെയുള്ള ഒരു അറ്റാക്കായി. രണ്ടാമത്തെ ഗോള് വേറെ ആര്, യമാലിന്റെ ട്രേഡ് മാർക്ക് ഫിനിഷ്. കട്ടിങ് ചെയ്യുന്നു, കേൾ അടിക്കുന്നു. കോർട്ടുവായിക്ക് ഒരു ഫിംഗർ പോലും ആ ബോളിൽ തൊടാൻ പറ്റുന്നില്ല. ആ യമാൽ എന്ന് പറയുന്ന പ്ലെയറിന് ശരിക്കും 17 വയസ്സ് തന്നെയാണോ? ഒരു DNA ടെസ്റ്റൊക്കെ നടത്തിയാൽ നന്നായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ആ പ്ലെയറിന് വെറും 17 വയസ്സാണെന്ന്. ഒരു 20-25 വയസ്സുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ കളിക്കുന്ന ആ ഒരു ലാഘവത്തോടെയാണ് എക്സ്പീരിയൻസ് പ്ലെയേഴ്സിനെതിരെ കളിക്കുന്നത്. സോ ഇറ്റ്സ് ജനറേഷണൽ പ്ലെയർ എന്നല്ലാതെ ഇതിനൊരു വേറൊരു വാക്കില്ല. എത്ര വർണ്ണിച്ചാലും മതിയാവത്തില്ല ഈ ഒരു പ്ലെയറിനെ പറ്റി. ഞാൻ എൻ്റെ പഴയ വീഡിയോസിൽ പലപ്പോഴും ഞാൻ ഈ യമാലിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ 2-2 എന്നുള്ള നിലയിലേക്ക് ആ ഗെയിം യമാൽ തിരിച്ചു കൊണ്ടുവരികയാണ്. അധികം സമയമൊന്നും എടുക്കുന്നില്ല. വിത്തിൻ 2 മിനിറ്റ്സ് അടുത്ത ഗോൾ വരുന്നു. 3ാമത്തെ ഗോള് റഫീനിയയുടെ വക. അത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. എംബാപ്പയും റിയൽ മാഡ്രിഡിന്റെ വേറൊരു പ്ലെയറും തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് ഒരു കൗണ്ടർ അറ്റാക്ക് ജനിക്കുന്നു. ആ കൗണ്ടർ അറ്റാക്ക് റഫീനിയ ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ 3-2 എന്ന നിലയിലേക്ക് ബാർസലോണ തിരിച്ചു കയറുകയാണ്. വിത്തിൻ 35-36 മിനിറ്റ്സിനുള്ളിൽ ബാർസലോണ കംബാക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ. ആ യമാലിന്റെ സെക്കൻഡ് ഗോൾ കയറിയതിൽ പിന്നെ ബാർസലോണയുടെ ഫുൾ കൺട്രോളായിരുന്നു. 45 മിനിറ്റിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 6 മിനിറ്റാണ് ആഡഡ് ഓൺ കൊടുത്തത്. ആ 6 മിനിറ്റിൽ ബാർസലോണ ഫാൻസ് ഓലെ പറയുകയായിരുന്നു അവരുടെ ഓരോ പാസിനും. അറിയാലോ അല്ലേ, ഓലേ. ആ 45th മിനിറ്റിലാണ് നമ്മുടെ റഫീനിയയുടെ 4ാമത്തെ ഗോൾ വരുന്നത്. അത് വളരെ പുവർ ഡിഫെൻഡിങ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, ആ 20th മിനിറ്റ് വരെ റിയൽ മാഡ്രിഡ് വളരെ നന്നായിട്ടാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. അതിനെയൊക്കെ നാണം കെടുത്തുന്ന രീതിയിൽ ഒരു സ്കൂൾ ബോയ് ഡിഫെൻഡിങ് ഫ്രം വാക്വസ്. അത് ഈസിലി റഫീനിയ ക്യാപിറ്റലൈസ് ചെയ്യുന്നു. എനിക്കൊന്ന് റഫീനിയ
മറിച്ച് ഡിയോങ്ങിനാണ് കൊടുത്തതെന്ന് തോന്നുന്നു. ഡിയോങ് അത് പിന്നെയും തിരിച്ചു മറിച്ച് റഫീനിക്ക് കൊടുക്കുന്നു. റഫീനി അത് ക്ലീൻ ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു. റഫീനിയുടെ അങ്ങനെ 2 ഗോൾ ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഇറ്റ് സെൽഫ്. അങ്ങനെ 4-2 എന്ന നിലയിൽ ഫസ്റ്റ് ഹാഫ് അങ്ങനെ തീരുകയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ റിയൽ മാഡ്രിഡ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അവർക്ക് ബാർസലോണയുടെ കയ്യിൽ നിന്ന് ബോൾ എടുക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു. അങ്ങനെ റിയൽ മാഡ്രിഡ് കുറച്ചുകൂടെ റഫായിട്ട് പ്ലേ ചെയ്യുന്നു. റിയൽ മാഡ്രിഡിന് കുറേ യെല്ലോ കാർഡ്സ് കിട്ടുന്നു. യമാലിനെ പറഞ്ഞം പഞ്ഞി കിട്ടുന്നു. കാരണം പഞ്ഞി കിട്ടാലേ ബോൾ എടുക്കാൻ പറ്റൂ, ആ ഒരവസ്ഥയിൽ വരുന്നു. പക്ഷേ ബാർസലോണയുടേത് ഹൈലൈൻ ആയതുകൊണ്ട് ഒരു നല്ലൊരു ക്ലീൻ പാസ് മതി ത്രൂ ആവാൻ. കാരണം പേസി പ്ലെയേഴ്സ് ആണല്ലോ റിയൽ മാഡ്രിഡിനുള്ളത്. വിനി ആയാലും ശരി, എംബാപ്പെ ആണെങ്കിലും ശരി, പേസി പ്ലെയേഴ്സ് ആണല്ലോ അവർക്കുള്ളത്. വിനിയുടെ കാര്യം പറയുകയാണെങ്കിൽ കാര്യം ശരിയാ, അസിസ്റ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വിനി ഹാഡ് എ പുവർ ഗെയിം എന്നാണ്. ഡിഫെൻസീവ്ലി പുള്ളി ഷിഫ്റ്റ് ഒന്നും ഇടുന്നില്ല. അറ്റാക്കിലാണെങ്കിലും ഒരുപാട് റോങ് ഡിസിഷൻസ്, പാസുകളൊക്കെ ഡിലേ ചെയ്താണ് കൊടുക്കുന്നത്. പാസ് കൊടുക്കേണ്ടടുത്ത് ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ എംബാപ്പയ്ക്ക് ഒരു പാസ് കൊടുക്കേണ്ടതായിരുന്നു, ആ പാസ് കൊടുക്കാതെ വിനി തനിയെ അങ്ങ് ഷൂട്ട് എടുക്കുന്നു. എംബാപ്പ ക്ലീൻ ആയിട്ട് തൊട്ട് ഫ്രണ്ട് നിൽക്കുകയാണ്. എംബാപ്പയാണ് ഇൻ എ ബെറ്റർ പൊസിഷൻ ടു ഷൂട്ട്. അത് കൊടുക്കാതെ വിനി തന്നെ ഷോട്ട് എടുക്കുന്നു. വിനിക്ക് കൊടുക്കേണ്ട ക്രോസ് ഡിലേ ചെയ്യുന്നു. അങ്ങനത്തെ ഒരുപാട് റോങ് ആൻഡ് പുവർ ഡിസിഷൻ മേക്കിംഗ് ഫ്രം വിനി ഇന്നത്തെ ഗെയിമിൽ. കാര്യം ശരിയാ, 2 അസിസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഓവറോൾ വിനിയുടെ ഒരു പുവർ ഗെയിം ആയിരുന്നു ഇന്ന് നമുക്ക് കാണാൻ പറ്റിയത്. എൻ്റെ അഭിപ്രായമാണ്, വ്യത്യാസം ഉണ്ടാവാം. പിന്നെ ഒരു ഗുഡ് ന്യൂസ്, ബാൽഡെ ഈ ഗെയിമിലേക്ക് തിരിച്ചു വന്നായിരുന്നു. ബാൽഡെയും ക്രിസ്റ്റൻസിനെ ഒരു 57th മിനിറ്റിൽ സബ് ചെയ്യുന്നു. വളരെ നല്ല സബ്സ്റ്റിറ്റ്യൂഷൻ ഫ്ലിക്കിൻ്റെ വക. കാരണം അറിയാലോ, ഇന്റർ മിലാനെതിരെ അവർ ജയിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിലാണ് ലെവൻഡോസ്കിനെ കയറ്റുന്നത്. അതൊരു വളരെ പുവർ ഡിസിഷൻ ആയിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ എൻ്റെ ആ വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്തതാണ്. പക്ഷേ ഇന്നത്തെ ഗെയിമിൽ വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ് 2 ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ പറ്റിയത്. ബാർസലോണയാണ് കൂടുതൽ ചേഞ്ചസ് നടത്തിയത്. റിയൽ മാഡ്രിഡ് വളരെ കുറച്ച് ചേഞ്ചസേ നടത്തിയുള്ളൂ. വിനീനെ ലാസ്റ്റ് മിനിറ്റിലൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നു. അങ്ങനെ ബാൽഡെ തിരിച്ചു വരുന്നു. ബാൽഡെ തിരിച്ചു വരുന്നപ്പോൾ തന്നെ നമുക്ക് ഈസിലി കാണാൻ പറ്റുമായിരുന്നു ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കുറച്ചുകൂടെ കാം ആൻഡ് കമ്പോസ്ഡ് ആയി. ബാൽഡെ, ഡിയോങ്, റഫീനിയ അവർ നന്നായിട്ട് മാർഷൽ ചെയ്ത് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് തന്നെയാണ് റിയൽ മാഡ്രിഡിന് ഒരു കൗണ്ടർ അറ്റാക്ക് കിട്ടുന്നത്. ആ കൗണ്ടർ അറ്റാക്ക് എംബാപ്പയ്ക്ക് കിട്ടുന്നു. ആ എംബാപ്പെ അത് ക്ലീൻലി അത് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ 4-3 എന്ന നിലയിലേക്ക് ഒരു കംബാക്ക് വരാനുള്ള ഒരു ശ്രമം റിയൽ മാഡ്രിഡ് കൊണ്ടുവരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാർസലോണയ്ക്ക് എനിക്ക് തോന്നുന്നു യമാലിന്റെ ഷോട്ട് കോർട്ട്വ സേവ് ചെയ്തിട്ട് ഫെർമിന്റെ കാലിൽ വീഴുന്നു. ഫെർമിൻ അത് ഷോട്ട് എടുക്കുന്നു. അത് ട്യൂഷമനിയുടെ കയ്യിൽ ക്ലിയർ ഹാൻഡ് ബോൾ ആണ്. അത് പെനാൽറ്റി കൊടുക്കുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഗെയിം കണ്ടെങ്കിൽ അതെന്തുകൊണ്ട് പെനാൽറ്റി അല്ല എന്നൊന്ന് പ്ലീസ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് അത് പെനാൽറ്റി അല്ലെന്ന്. കാരണം അത് നാച്ചുറൽ പൊസിഷൻ അല്ലല്ലോ. അതിങ്ങനെ അവൻ കൈ ഇങ്ങനെ വെളിയിൽ വെക്കുന്നുണ്ടല്ലോ, അത് ക്ലിയർലി അവൻ കൈ വെളിയിൽ വെക്കുന്നുണ്ടല്ലോ. അത് നാച്ചുറൽ പൊസിഷൻ അല്ലല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ അത് ഷോട്ട് എടുക്കുന്നു. അത് ക്ലിയർ ഗോൾ ഡിനൈങ് ഓപ്പർച്യൂണിറ്റി അല്ലേ? സോ വൈ ഇറ്റ് ഈസ് നോട്ട് എ പെനാൽറ്റി? എനിക്ക് മനസ്സിലാവത്തില്ല. സോ എനിക്ക് ഫുട്ബോൾ അത്ര നന്നായിട്ട് അറിയത്തില്ലെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചോളാം. നിങ്ങൾക്ക് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ അതെന്തുകൊണ്ടാണ് അത് പെനാൽറ്റി അല്ലാതെന്ന്. ഓക്കെ, എനിവേ അത് എല്ലാ ബാർസലോണ ടീം മെമ്പേഴ്സും എല്ലാവരും അത് അപ്പീൽ ചെയ്യുന്നു. പക്ഷേ വേറൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫറിക്ക് അത് ക്ലിയർ കാണാം. റഫറി ദൂരെയൊന്നുമല്ല, റഫറിയുടെ ലൈൻ ഓഫ് സൈറ്റിലാണ് അതുള്ളത്. റഫറി അത് കൊടുക്കുന്നില്ല. VAR പറയുന്നു പോയി സ്ക്രീനിൽ പോയി ചെക്ക് ചെയ്തെന്ന്. ഈ പുള്ളിക്കാരൻ ആ സ്ക്രീനിൽ ചെന്നിട്ട് എന്തുണ്ടായാ കണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ടിട്ടും അത് പെനാൽറ്റി കൊടുക്കുന്നില്ല. സോ ഇപ്പോൾ ഈ ഗെയിം ഒരു സമനിലയോ ഇല്ലെങ്കിൽ റിയൽ മാഡ്രിഡ് ജയിക്കുകയായിരുന്നെങ്കിൽ ഇതൊരു വലിയൊരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആയേനെ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് ക്ലിയർ പെനാൽറ്റി എന്ന് തന്നെയാണ് എൻ്റെ ഓണസ്റ്റ് ഒപ്പീനിയൻ. എന്തുകൊണ്ടല്ല എന്ന് എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ മാറ്റി പറയും അടുത്ത വീഡിയോയിൽ. അങ്ങനെ ഗെയിം 80 മിനിറ്റ് ആവുന്നു, 85th മിനിറ്റ് ആവുന്നു. പക്ഷേ എന്നാൽ പോലും ഒരു ഗോളും കൂടെ അടിച്ചിരുന്നെങ്കിൽ സേഫ് ആയനേം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് എനിക്ക്. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും റിയൽ മാഡ്രിഡ് ഈ കളി ജയിക്കുമെന്ന് ഒരു കോൺഫിഡൻസ് ഒരു റിയൽ മാഡ്രിഡ് ഫാൻസിനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ 1 അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 4 അടിക്കും എന്നുള്ളൊരു ടീമാണ് ബാർസലോണ. അത് നമ്മൾക്ക് ഈ ക്യാമ്പയിനിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റിയതാണ്. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് റിയൽ മാഡ്രിഡ് ഫെർമിൻ്റെ വക
ഒരു മുന്നേറ്റം. ഫെർമിൻ അത് ഗോൾ അടിക്കുന്നു, അത് ഡിസലവ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 90th മിനിറ്റ് ഇഞ്ചുറി ടൈമിൽ 2 ചാൻസസ് കിട്ടുന്നു, രണ്ടും ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നു, രണ്ടും ഗോളാവുന്നില്ല. അങ്ങനെ ഗെയിം എൻഡ്സ് അറ്റ് 4-3. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഗെയിം. ആ ഒരു പെനാൽറ്റി ഡിസിഷൻ ഒഴിച്ചിട്ട് ഇതിപ്പോൾ ശരിക്കും പറയുകയാണല്ലോ, ഇതൊക്കെ ആർസണലിനെതിരെയാണെങ്കിൽ 1 അല്ല 2 പെനാൽറ്റി കൊടുത്തേനെ ആർസണലിന്. നീ കൈ എടുത്ത് വെളി വെക്കൂ എന്നുള്ളൊരു മെൻറ്റാലിറ്റിക്ക് 2 പെനാൽറ്റി കൊടുത്തേനെ ആർസണലായിരുന്നെങ്കിൽ, യാതൊരു സംശയമില്ല. അല്ല, കാര്യമായിട്ട് പറഞ്ഞേ. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഗെയിം. എന്തായാലും റെഫറിയുടെ ഡിസിഷൻ കാരണം ഈ ഗെയിമിൻ്റെ ആ ഒരു എന്താ പറയുക, ഈ ഗെയിമിൻ്റെ ആ ഒരു സോൾ നശിച്ചില്ല എന്ന് തന്നെ പറയാം. ഇനി വരാൻ പോകുന്ന ബാർസലോണ ഗെയിംസ് എസ്പാനിയോൾ, വില്ലറയാൽ, അത്ലറ്റിക്കോ ക്ലബ്ബാണ്. ടഫ് ഫിക്സ്ചർ തന്നെയാണ്. പക്ഷെ ഇങ്ങനൊരു അറ്റാക്കിംഗ് ഫോഴ്സ് ഉള്ളിടത്തോളം കാലം ഒരു ബാർസലോണ ഫാൻസും വറി ആവേണ്ട ഒരു കാര്യമില്ല മക്കളെ. ലലീഗ നിങ്ങൾക്ക് തന്നെയാണ്.